വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷക്കാലം മാത്രം അവശേഷിക്കുമ്പോൾ അതിൻ്റെ യാതൊരു ഗൗരവവും കോൺഗ്രസിന് കൈവന്നിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ കടുത്ത പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറഞ്ഞ ഒരു കാലയളവാണ് ബാക്കി നിൽക്കുന്നതും. അങ്ങനെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ആദർശ്, ഈ കോൺഗ്രസിന്റെ എല്ലാ കാലത്തും കോൺഗ്രസ് ഒരിക്കലും തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയി കാണാറില്ല. 1.5 വർഷം ഇല്ല, ഇലക്ഷൻ ഇനി യഥാർത്ഥത്തിൽ 1 വർഷവും കൃത്യം 2 മാസവും മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനാണെങ്കിൽ 4 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2 തെരഞ്ഞെടുപ്പിനെയും വളരെ സീരിയസ് ആയി കാണുന്നു എന്ന രീതിയിലായിരുന്നു വയനാട്ടിൽ നടന്ന ഈ KPCC നിർവാഹക സമിതി ഒരു 2 ദിവസത്തെ ക്യാമ്പൊക്കെ നടത്തിയിരുന്നു. ആ ക്യാമ്പിൽ വെച്ചിട്ട് ഈ കേരളത്തിലെ കോർപ്പറേഷൻ ഭരണം ഇപ്പം കണ്ണൂർ മാത്രമാണ് കയ്യിലുള്ളത്. ബാക്കി എല്ലാ കോർപ്പറേഷനുകളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ തൃശ്ശൂർ നഷ്ടപ്പെട്ടു, കൊച്ചി നഷ്ടപ്പെട്ടു, തിരുവനന്തപുരത്ത് പിന്നെ അങ്ങ് എത്തി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, കൊല്ലവും അങ്ങനെ തന്നെ അവസ്ഥ, കോഴിക്കോട് പിന്നെ നേരത്തെ തന്നെ കിട്ടാറില്ല. അടുത്ത പ്രാവശ്യം ഒരു 3 കോർപ്പറേഷനെങ്കിലും പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില പ്ലാനിങ്ങുകൾ ഉണ്ടാക്കാനും ഈ കോർപ്പറേഷനുകളൊക്കെ വലിയ നേതാക്കന്മാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയായിരുന്നു തീരുമാനം. എന്താ സംഭവിച്ചത്? ഓരോ ആളുകൾക്ക് ചുമതല കൊടുത്തു എന്നല്ലാതെ ഈ ഏതെങ്കിലും കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അത് കഴിയുമ്പോൾ തന്നെ ഇത് ശരിക്കും പറഞ്ഞൊരു എക്സസൈസാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു എക്സസൈസ് കൂടിയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നമ്മൾ കാണേണ്ടത്. അതിൽ ഏത് രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയോ ആ ടെമ്പോ നിലനിർത്തിക്കൊണ്ടുപോയാൽ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം വി ഡി സതീശൻ പറയുന്ന 63 സീറ്റുകളിൽ ജയിക്കാനുള്ള എല്ലാ പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ പദ്ധതി തയ്യാറാക്കിയെന്നുള്ളതാണ് കോൺഗ്രസ് മറ്റു നേതാക്കന്മാരുടെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. ഇപ്പം 1.5 മാസം മുന്നെയാണ് രമേശ് ചെന്നിത്തല വളരെ സടകുടഞ്ഞെഴുന്നേറ്റ് വളരെ സജീവമായി എല്ലാ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു. എല്ലാ പിന്നെ മത രാഷ്ട്രീയ സംഘടനകളും മറ്റ് സാമുദായിക സംഘടനകളൊക്കെ രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച കാണുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ വി ഡി സതീശൻ ആകെ ബേജാറാവുന്നു. വി ഡി സതീശൻ വേറെ രീതിയിലുള്ള PR-കൾ ആരംഭിക്കുന്നു. അപ്പം ഇത് ആരെയാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിന് പകരം ഓരോ നേതാക്കന്മാരും അവരുടെ സീറ്റുകൾ ഉറപ്പിക്കുകയും അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി, ഞാനല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നൊക്കെയുള്ള ചർച്ചകളും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒറ്റയ്ക്ക് അവരുടെ മുഖം മിനുക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിലാണ് കുറേയും കൂടി ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പൊ ആരാണ് സൂപ്പർ നേതാവെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു നെട്ടോട്ടം കോൺഗ്രസിൽ നമ്മളിപ്പം കാണുന്നുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിൽ സതീശനാവുമ്പോൾ തന്നെ സതീശനപ്പുറത്തേക്ക് സൂപ്പർ പ്രതിപക്ഷ നേതാവാൻ വേണ്ടി രമേശ് ചെന്നിത്തല ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പം ബ്രൂവറി അഴിമതി വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും മത്സരിച്ച് പത്രസമ്മേളനം നടത്തുകയാണ്. അതേപോലെ തന്നെ വിഷയങ്ങൾ പുറത്തു വിടാനാണെങ്കിലും അതേ മത്സരം നമ്മൾ കാണുകയാണ്. എന്നാൽ ഈ മത്സരം കോൺഗ്രസിനുള്ളിൽ ഇന്നും നമ്മൾ കാണുന്നത് ആരോഗ്യപരമായ ഒരു മത്സരമാണെന്ന് ഒട്ടും തോന്നുന്നില്ല. അല്ല, ആരോഗ്യപരമായ മത്സരമാണെന്ന് മാത്രമല്ല. ഇപ്പം ഞാൻ എല്ലാ കാലത്തും പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനിടയിൽ ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു പുതിയ സംഭവമല്ല. നമുക്കറിയാം, AK ആന്റണിയും KK കരുണാകരനും തുടങ്ങിയ വലിയ പ്രഗത്ഭമതിയായ 2 നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന വലിയ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരുണാകരന്റെ കൂടെ നിന്ന് പിന്നീട് തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞ് 3ാം ഗ്രൂപ്പൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാർത്തികേയന്റെയും ഷാനവാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റ് ആണല്ലോ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഇപ്പം മുരളീധരനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കരുണാകരനുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസവും അതിനെ തുടർന്നുണ്ടായ തിരുത്തൽവാദവും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇതൊക്കെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നും സ്വന്തം സീറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഇപ്പൊ കരുണാകരന്റെ കാലത്തും കരുണാകരൻ നേതാവായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ AK ആന്റണി മറുഭാഗത്ത് നിൽക്കുമ്പോഴൊക്കെ എന്ന് പറയാം പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ നടത്തുകയും ഇലക്ഷനിൽ ജയിച്ച് മത്സരിച്ച് ഈ ഭരണത്തിലേക്ക് വരിക എന്നുള്ളൊരു ടോട്ടൽ അജണ്ട ഉണ്ടായത്. ഇപ്പൊ അങ്ങനെയല്ല സംഭവിക്കും. ഇപ്പം എങ്ങനെയാണ് ഒരാൾ ഉയർന്നു വരുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇടിച്ചു താഴ്ത്താൻ പറ്റുക, അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നുള്ള വലിയ തോതിലുള്ള പരീക്ഷണങ്ങളാണ് അപ്പുറത്തെ ഭാഗത്ത് നടക്കുന്നത്. അതിനുവേണ്ടി വലിയ ടീമിനെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെ താങ്ങുവാനുള്ള കരുത്ത് ഇന്ന് കോൺഗ്രസിനുണ്ടോ എന്നത് കോൺഗ്രസിന് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞ
8.25 വർഷമായി അധികാരമില്ല നമ്മളിൽ കാണേണ്ടതുണ്ട്. തുടർച്ചയായിട്ട് 2 ടേം അധികാരമില്ലാതെ വരുമ്പോൾ അധികാരത്തിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ UDF-ലുള്ള എല്ലാ കക്ഷികളും, രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ അധികാരമില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗിന് കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരമില്ലാതിരിക്കുകയും തുടർന്ന് വീണ്ടും ഒരു 5 വർഷം കൂടി അധികാരമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ല അവർ നിൽക്കുന്നത്. അവരുടെ കൂടെ അണികൾ ഉണ്ടാവില്ല. നേതാക്കന്മാർ ചിലപ്പോൾ നിന്നെന്ന് വരും, പക്ഷെ അണികളില്ലാത്തൊരു അവസ്ഥയിലേക്ക് ലീഗ് പോകും. ഇപ്പം UDF-ന്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് മലബാർ ഏരിയയിൽ ആരാണ്? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെയും കൂടി പിൻബലമില്ലാത്ത ഏതെങ്കിലും തരത്തിൽ ഈ കോൺഗ്രസിന് മുന്നേറാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. അപ്പം 63 സീറ്റിൽ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്ട്രാറ്റജി ഉണ്ടാക്കി എന്ന് പറയുമ്പോഴൊക്കെ എന്താണ് സ്ട്രാറ്റജി? അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാം ചേർന്നുകൊണ്ടാണോ ഈ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്? അല്ല എന്നുള്ളതാണ്. ഇപ്പൊ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് വ്യക്തിപരമായി പോലും വിദ്വേഷം വച്ചു പുലർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മൾ 3.5 വർഷം മുന്നേ ഇവിടെ തെരഞ്ഞെടുപ്പ് 2ാം തവണയും തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനെയും മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് AICC നടത്തിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? നമ്മൾ കരുതിയത് കണ്ണൂരിലെ വലിയ സിംഹം എന്നറിയപ്പെടുന്ന സുധാകരൻ ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ വലിയ രീതിയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുമെന്നും ശക്തിപ്പെടുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. അതുപോലെ തന്നെ നിയമസഭയിൽ വലിയ രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ഇവിടെ കോൺഗ്രസിന് വലിയ രീതിയിൽ ഉണർവുണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ചു. എന്താ സംഭവിച്ചത്? പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം നിയമസഭയിൽ വലിയ രീതിയിൽ പ്രസംഗം നടത്തുന്നല്ലാതെ ഏകോപനമില്ല. കോൺഗ്രസിന്റെ എല്ലാ വിഭാഗം നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒരുമിച്ച് നിർത്താനും അതുപോലെ തന്നെ കാസർഗോഡ് മൊത്തം തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുള്ള എല്ലാ പ്രവർത്തകരുടെയും വിശ്വാസം ആർജിച്ചെടുക്കാനുള്ള ഒരു പ്രവർത്തനവും VD സതീശന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മളിൽ കണ്ടത്. അവിടെ VD സതീശന്റെ പരാജയം. ഇവിടെ ഇതിനിടയിൽ കിടന്ന് ഞാനാകെ വെള്ളം കുടിക്കുന്നു AICCയുടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അല്ല, അവർക്ക് അത്ഭുതം എന്താന്ന് പറയോ? കേരളത്തിൽ യഥാർത്ഥത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്പരം തമ്മിലടിക്കുകയും പാരവെക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ട് അവർ അത്ഭുതപ്പെട്ടു. കാരണം കഴിഞ്ഞ കുറെ കാലമായി അധികാരത്തിലില്ലാത്ത പാർട്ടി എന്താ ചെയ്യേണ്ടത്? ശത്രുതയെല്ലാം കൈവിടുകണം. അതുപോലെ തന്നെ ഈ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പാർട്ടിയെ അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഇടപെടുന്നതിന് പകരം ഇപ്പോഴും ഈ ഭരണത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരും നടത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് അവർ നിരാശയായത്. അപ്പം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ പരസ്പരം ചെളിവാരി എറിയുകയും പരസ്പരം ആരാണ് വലിയവൻ എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെയാണ് അവരെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയത്. ഇവിടെ ലീഗ് പോലും ഹൈക്കമാൻഡുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അറിയുന്നത്. അതായത് ഈ തലത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ലീഗിനും അങ്ങ് പറഞ്ഞതുപോലെ വലിയ ടെൻഷനാണ്. ഇനി ഒരു തവണ കൂടി അധികാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിലനിന്ന് പോകുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള മാത്രമല്ല. അത് നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിനെ പിളർത്താനും മുസ്ലിം ലീഗിൽ നിന്ന് വലിയ തരത്തിൽ ആളുകളെ ആകർഷിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് CPM പല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ, കോഴിക്കോട് അവർ 2 സെമിനാറുകൾ നടത്തുകയും ലീഗിന്റെയും മറ്റ് പല ഈ സംസ്ഥ പോലുള്ള മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ അവർ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് മുസ്ലിം ലീഗിൽ നിന്ന് ഉള്ള നേതാക്കന്മാർ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ CPM ഒരുക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാട് പോലും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ചില ആളുകൾ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അവർ പിന്നീട് അവസാന ഘട്ടത്തിലെങ്കിലും പോയിരുന്നത്. പക്ഷേ ഇനിയൊരു കോൺഗ്രസ് ഒരിക്കൽ പോലും ശക്തമായൊരു നിലപാട് സ്വീകരിക്കും. ഇപ്പൊ നോക്കൂ ഇപ്പൊ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ആർക്കും ഒരു നിശ്ചയമില്ല. ഒരു KPCC പ്രസിഡന്റ് ഇത് പുനഃസംഘടന വേണം എന്ന് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സജീവമാകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല അദ്ദേഹം വെറും പ്രസിഡന്റ് മാത്രമല്ലല്ലോ, KPCC പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം കണ്ണൂരിന്റെ MP കൂടിയാണ്. അപ്പോൾ MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കേണ്ടതുണ്ട്. ഡൽഹിയിൽ കുറച്ചും കൂടി സമയം ചെലവഴിക്കേണ്ടത് സജീവമാക്കേണ്ട. അപ്പം ഇത് രണ്ടും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തെ MP എന്നുള്ള രീതിയിൽ പരിഗണിച്ച് അദ്ദേഹത്തിന്റെ മറ്റു ചുമതലകളിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് AICCയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചുമതല കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് മാറ്റുക. ഇതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന് കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും പ്രവർത്തകരെ കാണാനോ അല്ലെങ്കിൽ പ്രവർത്തകരെ പൂർണ്ണമായി സജ്ജമാക്കാനോ ഈ പാർട്ടിയെ കുറച്ചും കൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിപ്പിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലേക്ക് KPCC ആസ്ഥാനത്തേക്ക് ആളുകൾ പോകുന്നില്ല.
അപ്പോഴും രാജേഷ് ചേട്ടാ ഇപ്പോഴും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി കേൾക്കുന്ന പേരുകളും ജനപ്രതിനിധികളുടെയാണ്. പി സി വിഷ്ണുനാഥോ, കൊടിക്കുന്നിൽ സുരേഷോ, ഷാഫി പറമ്പിലോ ഒക്കെ വരട്ടെ എന്ന് പറയുമ്പോൾ അവർക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഞാൻ പറയുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളാണ്. അദ്ദേഹം ഇപ്പം കഴിഞ്ഞ തവണയും ഈ 3.5 വർഷക്കാലം അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അദ്ദേഹം MP ആയിട്ട് തുടരുന്നുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പൊ പുതിയതായിട്ട് MP ആയതല്ല. അതുകൊണ്ട് ഈ ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു യുവ നേതൃത്വം KPCCക്ക് വരികയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ്യത ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ജനങ്ങൾക്ക് ഇനി ഈ പാർട്ടിയിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഇതിൽ യുവാക്കൾ കടന്നു വരണം. പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കേൾക്കുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ അങ്കമാലി MLA ആയിരിക്കുന്ന റോജിയൻ ജോൺ, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അതുപോലെ തന്നെ അടൂർ പ്രകാശ് തുടങ്ങിയ ആളുകളുടെ പേരാണ് ഇതിൽ കേൾക്കുന്നത്. അപ്പൊ ഇതിൽ അടൂർ പ്രകാശിനെയും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് പോലെയുള്ള ആളുകളെയൊക്കെ പരിഗണിക്കുന്ന സാമുദായികമായ ചില പേരാണ്. അപ്പൊ അടൂർ പ്രകാശിന് ഈഴവ പ്രതിനിധി എന്നുള്ള രീതിയിലൊക്കെയാണ്. കാരണം ഈഴവരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗവും കൂടെ നിർത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഈഴവരായ, അതായത് സുധാകരന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈഴവ ബാക്ക്ഗ്രൗണ്ടാണ്, അദ്ദേഹം വിഭാഗത്തിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈഴവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളെ തന്നെ കൊണ്ടുവരേണ്ടത്. അതിന്റെ ആവശ്യം എന്താണ്? കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു വികാരമായി കൊണ്ട് നടന്നതാണ്. അല്ലാതെ സാമുദായികമായ വീതമെപ്പൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഈ ക്രിസ്ത്യൻ പ്രാതിനിധ്യം കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വേറൊരു ചർച്ച നടക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് റോജിയൻ ജോണിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. റോജിയൻ ജോൺ എന്ന് പറയുന്നത് NSUവിന്റെ ദേശീയ നേതാവായിരുന്നു, ദേശീയ മുഖമാണ്, അദ്ദേഹത്തിന് ദേശീയ നേതൃത്വം ഒക്കെ ആയിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വളരെ അടുപ്പമായി ഉള്ള ഒരു നേതാവാണ്. മാത്രമല്ല അദ്ദേഹത്തിനൊക്കെ കുറച്ചും കൂടി ഈ സംഘടനയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലാ ആളുകളെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കൽപ്പുണ്ട്. മാത്രമല്ല ഈ യുവ വിഭാഗങ്ങൾക്കിടയിൽ കുറച്ചും കൂടി സ്വീകാര്യതയുള്ള നേതാവാണെന്നില്ല. അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും ആ രീതിയിലുള്ള ചില സ്വീകാര്യതകളുണ്ട്. മാത്രമല്ല നമുക്ക് നോക്കൂ, കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ചില ഇഷ്യൂസ് ഒക്കെ വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തി കാണിക്കുകയും അതിനു വേണ്ടിയിട്ട് വലിയ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം നേരിടുകയൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാത്ത വളരെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക കാഴ്ചയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക്, സമൂഹത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഒക്കെ സ്വീകാര്യതയുള്ള ഒരു യുവ നേതാവ് വരികയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കിടയിൽ കുറച്ചുകൂടി പ്രതീക്ഷ ഉണ്ടാവുന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ പ്രായം ഒരുപാടായ ആളുകളെ അവർ അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു കസേരയായിട്ട് KPCC പ്രസിഡന്റ് കസേര കാണരുത് എന്നാണ്. ഇപ്പം AK ആന്റണിയൊക്കെ മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ രമേശ് ചെന്നിത്തല 29ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്. അപ്പം ഇവർക്കൊക്കെ ചെറുപ്പത്തിൽ വളരെ ഒരുപാട് അവസരങ്ങൾ കിട്ടുകയും ഈ അവസരങ്ങൾ അവരൊക്കെ കൃത്യമായി ഉപയോഗിക്കുകയും അത് പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നത്. ചെറുപ്പത്തിൽ അവസരം കിട്ടിയവർ ഈ ഒരു മധ്യവയസ്ക ആയപ്പോഴാണ് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാത്തതെന്നതും ഒരു ശ്രദ്ധേയമാണ്. ഇത് അവസരം കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമയത്തൊക്കെ നമ്മൾ കാണേണ്ടത് AICC നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ ഇതിൽ വ്യക്തമായ ഒരു ധാരണയുണ്ട് എന്ന് തന്നെ ഞാൻ കാണുന്നത്. കൃത്യമായിട്ടും അവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ റോജിയൻ ജോണിനെ പോലെയുള്ള വളരെ ഊർജ്ജസ്വലരായ യുവാക്കളായ ഈ MLA-മാരെ കുറച്ചുകൂടി നേതൃത്വത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർക്കിടയിൽ കുറച്ചുകൂടി പ്രതീക്ഷ ഉണ്ടാക്കുന്ന, ഈ പാർട്ടിയെ കുറിച്ചൊക്കെ കുറച്ച് പ്രതീക്ഷ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ പുതുതലമുറയ്ക്ക്, അതായത് 65% നമ്മുടെ നാട്ടിൽ യുവാക്കളാണ് വോട്ടർമാർ നമ്മൾ കാണുന്നത്. അപ്പൊ യുവാക്കൾക്ക് കുറച്ചും കൂടി ഈ പാർട്ടിയോട് താല്പര്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറ്റി കൊണ്ടുവരണം. AICC നേതൃത്വത്തിന് ധാരണയുണ്ടെന്നൊക്കെ പറയുമ്പോഴും AICC പലപ്പോഴും നടപ്പിലാക്കുന്ന പല മാറ്റങ്ങളെയും കേരളം ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല. ഇവിടെ ഞങ്ങൾ കുറച്ച് ആളുകൾ തീരുമാനിക്കാനുണ്ട്, ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ പാർട്ടി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു സമീപനമാണ് പലപ്പോഴും സംസ്ഥാനത്തെ കോൺഗ്രസിന്, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ പലപ്പോഴും ഇവിടെ VD സതീശ് ഒരു പ്ലാൻ മുന്നോട്ട് വെക്കുമ്പോൾ അത് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചോ ഇല്ലേ എന്നൊക്കെയുള്ള വിവാദങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആരാണ് ഇത് ചർച്ചയാക്കുന്നതെന്നുള്ള കാര്യം പ്രസക്തമാണ്. ശൂരനാട് രാജശേഖരൻ അല്ലെങ്കിൽ AP അനിൽകുമാറിനെ പോലെയുള്ളവർ ഇത് ചർച്ചയാക്കുമ്പോൾ അതിനകത്തെ മെറിറ്റുകളെ പറ്റി കൂടിയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഉണ്ട്. അത് വലിയ, ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകളെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ AICC നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം കൃത്യമായി എടുക്കുകയും ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്താൽ അത് ശിരസ വഹിക്കുന്ന ഒരു രീതി കൂടി കേരളത്തിൽ ഉണ്ട് എന്ന് കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. പലപ്പോഴായിട്ട് ഇപ്പം നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു നേതാവ് AICC തലപ്പത്ത് ഇരിക്കുന്നുണ്ട് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി താല്പര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമല്ലോ അന്തിമമായ തീരുമാനം. അല്ലാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി ഇരുന്നുകൊണ്ട് തീരുമാനം കേരളത്തിൽ എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടി ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടി ഉണ്ട് നമ്മളിൽ കാണുന്നുണ്ട്. കാരണം മുൻ MP ആണ്, വയനാട്ടിൽ MP ആയിരുന്നു, അതുകൊണ്ട് തന്നെ കേരളവുമായി കുറച്ചും കൂടി അടുത്ത ബന്ധമുണ്ട്, കേരള നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ നിലവിൽ ഉള്ള MP എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിൽ കുറച്ചും കൂടി സീരിയസ് ആയി ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള നമ്മളിൽ കാണുന്നുണ്ട്. ഇവിടെ ബ്രൂവറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തോതിലോട്ട് ചർച്ചയാവാത്തതും ഈ കോൺഗ്രസിനുള്ളിലെ സംഘർഷങ്ങൾ അല്ല, ഈ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ആഭ്യന്തര കലഹം മൂലം സംഘടനാ സംവിധാനം മൊത്തം തകർന്നിരിക്കുന്ന ഈ കേരളത്തിലെ കോൺഗ്രസിന് ഒരു വിഷയം കൂടി ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. കാരണം നമ്മളറിയാം, നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നം നടക്കുമ്പോൾ എങ്ങനെയാണ് അയൽക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കുക. ഇപ്പം ഇന്നൊക്കെ VD സതീശൻ നിയമസഭയ്ക്കുള്ളിൽ ബ്രൂവറിക്കെതിരെ വലിയ രീതിയിൽ മദ്യനിർമ്മാണ കമ്പനിയുടെ നീക്കങ്ങൾക്ക് വലിയ രീതിയിൽ അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പ്രത്യക്ഷ സമരമായി കൊണ്ടുവരാനും ഇതിനെതിരെ കൃത്യമായി ഈ പാലക്കാട്ടെയും മറ്റ് ബഹുജനങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനൊക്കെ കഴിയേണ്ട ഒരു സാഹചര്യമാണിത്. ഇപ്പോൾ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് വെച്ചാൽ സംഘടനാപരമായി കോൺഗ്രസിന്റെ ദൗർബല്യങ്ങൾ വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്നു ഉള്ളത് തന്നെയാണ്. അപ്പോൾ ദീപദാസ് മുൻഷി ഇപ്പോൾ വീണ്ടും ഇന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകൾ വീണ്ടും തുടരും. ബെന്നി ബെഹനാനെ പോലുള്ള ആളുകളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാന്റെ പേര് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ തുടരും എന്ന് പറയുന്നു. എങ്ങനെയായാലും ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിൽ ഒരു കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ AICCന്റെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ചർച്ചയിൽ പ്രശ്നങ്ങൾ കൃത്യമായി രമ്യമായി പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായും കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമില്ല. വീണ്ടും ഇവിടെ LDF തന്നെ അധികാരത്തിൽ വരും. അതോടുകൂടി കോൺഗ്രസിന്റെ കട്ടയും പടയും അടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതായാലും കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളിൽ സന്തോഷമുള്ളത് CPM-ന് മാത്രമാണ്. കാരണം അവരുടെ പല വിവാദങ്ങളും സമ്മേളനകാലത്തെ പ്രശ്നങ്ങളും എല്ലാം തന്നെ പുറം ലോകത്തേക്ക് എത്താതെ മറയ്ക്കുവാനും കോൺഗ്രസിലെ ആഭ്യന്തര കലഹങ്ങൾ വഴിവെക്കുന്നുണ്ട്. നന്ദി, വീണ്ടും കാണാം.